ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തിയും എഗ് റോസ്റ്റുമാണ്. അപ്പോൾ എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. ആദ്യം തന്നെ 2 കപ്പ് ഗോതമ്പ് പൊടി എടുക്കുക. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് ചേർക്കുക. എന്നിട്ട് 1 കപ്പ് വെള്ളം ഒഴിക്കുക. ശേഷം നന്നായിട്ട് കുഴച്ചെടുക്കുക. ചപ്പാത്തി കുഴയ്ക്കുന്നതിലാണ് അതിൻ്റെ ടേസ്റ്റ് ഇരിക്കുന്നത്. നന്നായിട്ട് കുഴച്ചതിന് ശേഷം 10 മിനിറ്റ് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കുക. എന്നിട്ട് ഉരുളകളാക്കി കനം കുറച്ച് പരത്തിയെടുക്കാം. എന്നിട്ട് നമ്മുടെ ചപ്പാത്തി ചുടാൻ ഉദ്ദേശിക്കുന്ന കല്ല് ഗ്യാസിൽ വെച്ച് ചൂടാക്കുക. എന്നിട്ട് ഓരോന്നായിട്ട് ചുട്ടെടുക്കാം. നമ്മളുടെ സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി ഇങ്ങനെ ചുട്ടെടുക്കാവുന്നതാണ്. ഇനി എഗ് റോസ്റ്റ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ 3 മീഡിയം സൈസ്ഡ് സവാളയാണ് അരിഞ്ഞു വെച്ചിരിക്കുന്നത്, 2 പച്ചമുളക് അരിഞ്ഞത്, 1 കഷ്ണം ഇഞ്ചി അരിഞ്ഞത്, 5-6 അല്ലി വെളുത്തുള്ളി അരിഞ്ഞത്, 2 തണ്ട് കറിവേപ്പില. ചീനച്ചട്ടി ചൂടാക്കി 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിക്കുക. കടുക് പൊട്ടിച്ചെടുക്കുക. എന്നിട്ട് പച്ചമുളക് അരിഞ്ഞത് ചേർക്കുക. സവാള ചേർക്കുക. നന്നായിട്ട് ഇളക്കുക. ഇതിലേക്ക് ബാക്കി കഷ്ണങ്ങൾ ആഡ് ചെയ്യുക. ഇഞ്ചിയും വെളുത്തുള്ളിയും ആഡ് ചെയ്യുക. നന്നായിട്ട് ഇളക്കിയതിന് ശേഷം 1/4 ടീസ്പൂൺ ഉപ്പ് ചേർക്കുക. ഒരു 10 മിനിറ്റ് നേരം വീണ്ടും ഇളക്കുക. എന്നിട്ട് ഇതിലേക്ക് കറിവേപ്പില ചേർക്കാവുന്നതാണ്. അപ്പോൾ നന്നായിട്ട് സവാള വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല. നന്നായിട്ട് ഇളക്കിയതിന് ശേഷം പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ ഇളക്കി കൊടുക്കുക. എന്നിട്ട് 1/4 കപ്പ് ചൂടുവെള്ളം ഇതിലേക്ക് ഒഴിക്കുക. 2-3 മിനിറ്റ് നേരം ആ വെള്ളം വറ്റുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമുക്ക് പുഴുങ്ങി വെച്ച മുട്ട ഇതിലേക്ക് വെച്ചു കൊടുക്കാം. ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് നേരം വെക്കാം. നമ്മളുടെ എഗ് റോസ്റ്റ് തയ്യാറായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സോഫ്റ്റ് ചപ്പാത്തിയും എഗ് റോസ്റ്റും ഇനി സെർവ് ചെയ്യാവുന്നതാണ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. താങ്ക്